കേരള PSCയുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ 2015 എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നോക്കാം. Stainless steel is an alloy of which among the following? Steel is the world most important construction material ആണ്. സ്റ്റീൽ എന്ന് പറയുന്നത് അയണിന്റെയും കാർബണിന്റെയും ഒരു ഡിഫറെന്റ് പ്രൊപ്പോർഷനിൽ വരുന്നതാണ്. കാർബൺ വളരെ തീരെ കുറച്ച് പെർസെന്റേജിലാണ് സ്റ്റീലിനുള്ളത്. അപ്പോൾ ആ കാർബണിന്റെ വേരിയേഷൻ അനുസരിച്ച് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റീൽസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിനെ കുറിച്ചിട്ടാണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ നമുക്ക് വളരെ ഫെമിലിയർ ആയ ഒന്നാണ്. നമ്മുടെ കിച്ചൺ യൂട്ടൻസിൽസിലൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് നമ്മൾ ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രങ്ങൾ എന്ന് പറയുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ. അപ്പോൾ അവിടെ കൊറോഷൻ റെസിസ്റ്റന്റ് ആണ്. അതാണ് അതിന്റെ ഏറ്റവും ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ്. ഒന്നിനെ കൊറോഷൻ റെസിസ്റ്റന്റ് ആക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് ക്രോമിയം. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷനിൽ ക്രോമിയം അയൺ ഒക്കെ ഉള്ള ആകെ ഒരു ഓപ്ഷനേ ഉള്ളൂ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ക്രോമിയം, നിക്കൽ ആൻഡ് അയൺ. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ജസ്റ്റ് പ്രോപ്പർട്ടീസും കൂടെ നോക്കാണ്. അപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ക്രോമിയം ഒരു 18%, നിക്കൽ ഒരു 8%, മഗ്നീഷ്യം 8% ഒക്കെയാണ് ഉള്ളത്. ഓഫ് കോഴ്സ് അവിടെ അയൺ കണ്ടന്റ് ഉണ്ട്. ബാക്കിയെല്ലാം അയൺ കണ്ടന്റ് ആണ്. വളരെ ഹാർഡും ടഫുമാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. അത് കൊറോഷൻ റെസിസ്റ്റന്റ് ആണ്, കാരണം അതിനകത്ത് ക്രോമിയം ഉള്ളത് കൊണ്ട് തന്നെ. അപ്പം നമുക്ക് ഡിഫറെന്റ് ഗ്രേഡ്സിലുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽസ് അവൈലബിൾ ആണ്. മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കിച്ചൺ യൂട്ടൻസിൽസ് ആയിട്ടും സർജിക്കൽ ഇൻസ്ട്രുമെന്റ് ആയിട്ടും സിങ്ക് ഒക്കെ ആയിട്ടാണ് യൂസ് ചെയ്യാറ്. വാട്ട് ഈസ് ഡിറ്റർമൈൻഡ് ബൈ കണ്ടക്ടിങ് ആൻ അബ്രേഷൻ ടെസ്റ്റ്? ഇവിടെ ഹൈവേ എഞ്ചിനീയറിംഗിൽ നമ്മൾ അഗ്രിഗേറ്റ്സിന് ഡിഫറെൻറ്റ് ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. അപ്പോൾ ഇവിടെ അബ്രേഷൻ ടെസ്റ്റാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്താണ് കണ്ടുപിടിക്കുന്ന അബ്രേഷൻ ടെസ്റ്റ് വഴി എന്നാണ്. അപ്പോൾ അഗ്രിഗേറ്റ് ക്രഷിംഗ് വാല്യൂ ആണ് ഫസ്റ്റ് ഓപ്ഷൻ. അഗ്രിഗേറ്റ് ക്രഷിംഗ് വാല്യൂ കംപ്രസീവ് സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ്. ടഫ്നെസ് എന്ന് പറയുന്നത് ഇമ്പാക്റ്റ് ആണ് കണ്ടുപിടിക്കുന്നതിൽ. അപ്പോൾ ഇമ്പാക്ട് ടെസ്റ്റ് ആണ് ടഫ്നെസ് കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യുന്നത്. ഹാർഡ്നെസ് ആണ് അബ്രേഷൻ ടെസ്റ്റ് വഴി നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനി സൗണ്ട്നെസ് കൂടി നോക്കാം. നമ്മൾ സിമെന്റിൽ സൗണ്ട്നെസ് പഠിച്ചിട്ടുണ്ട്. അത് വോളിയം ചേഞ്ചിന്റെ കാര്യമായിരുന്നു അവിടെ കണ്ടുപിടിക്കുന്നത്. പക്ഷേ ഇവിടെ സൗണ്ട്നെസ് എന്ന് പറയുന്നത് അതിന്റെ റെസിസ്റ്റൻസ് ടു വെതറിംഗ് ആക്ഷൻ ആണ് സൗണ്ട്നെസ് വഴി കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഹാർഡ്നെസ് ആണ്. ഓൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് ദ സപ്പോർട്ട് ഫോർ ഫ്ലാറ്റ് സ്ലാബ് ഈസ് പ്രൊവൈഡ്? അപ്പോൾ അതിന് മുന്നേ എന്താ ഫ്ലാറ്റ് സ്ലാബ് എന്ന് നോക്കാം. അപ്പം അതായത് ഒരു ബീം അല്ലെങ്കിൽ ഒരു ഗർഡർ പ്രൊവൈഡ് ചെയ്യാതെ ഡയറക്റ്റ് കോളത്തിന് മുകളിൽ തന്നെ നമ്മൾ പണിയാണ്, സ്ലാബ് കൊടുക്കുകയാണെങ്കിൽ, പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾ അതിനെ ഫ്ലാറ്റ് സ്ലാബ് എന്ന് പറയും. ഈ ഫ്ലാറ്റ് സ്ലാബും ഡിഫറെന്റ് ടൈപ്സ് 3 ടൈപ്സ് ആയിട്ട് ഉണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഡിഫറെന്റ് 3 ടൈപ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്താ ഫ്ലാറ്റ് സ്ലാബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ, അപ്പോൾ ഇത് വിത്തൗട്ട് ഒരു ഗർഡറോ അല്ല ബീമോ ഇല്ലാണ്ട് തന്നെ കൊടുക്കുന്നത് കൊണ്ട് അതിന് ഒത്തിരി സ്പാനിലൊന്നും നമുക്കത് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിന്റെ സ്പാൻ റെസ്ട്രിക്ഷൻ ഉണ്ട്. വളരെ ചെറിയ സ്പാനാണ് പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ അതിന്റെ സ്ട്രെങ്ത് അത് ആവശ്യമുള്ളത് കൊണ്ട് തന്നെ വളരെ തിക്കായ സ്ലാബ് ആയിരിക്കണം കൊടുക്കേണ്ടത്. അപ്പോൾ അത് രണ്ടുമാണ് അതിന്റെ ഡിസഡ്വാൻറ്റേജ്. ഒന്ന് അതിന്റെ സ്പാന്, ഒന്ന് അതിന്റെ തിക്നെസ്. പക്ഷെ അതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുകയാണെങ്കിൽ അപ്പം റെയിൻഫോഴ്സ്മെന്റ് നമുക്ക് ഇഷ്ടമുള്ള ഈസിയാണ്. റെയിൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഡയറക്ഷനും കാര്യങ്ങളും അങ്ങനെ കുറെ കാര്യങ്ങൾക്ക് നമുക്ക് ഫ്രീഡം കൂടുതലുണ്ട് ഫ്ലാറ്റ് സ്ലാബിനെ സംബന്ധിച്ച്. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ അതിന്റെ സപ്പോർട്ട് എങ്ങനെ കൊടുക്കണം എന്നാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ വരുന്നത് കോളംസ് ബിൽറ്റ് മോണോലിത്തിക്കലി വിത്ത് സ്ലാബ്. അവിടെ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. Among which of the following conditions of T-beam becomes identical to a rectangular beam with width equal to that of flange? അപ്പം ഒരു ടി ബീമിനെ ഒരു റെക്ടാങ്കുലർ ബീമായിട്ട് ഐഡന്റിക്കൽ ആക്കണമെങ്കിൽ ഫ്ലാഞ്ചിന്റെ വിട്ടിന് ഈക്വൽ ആയ വിട്ടുള്ള റെക്ടാങ്കുലർ ബീം ആക്കണമെങ്കിൽ ഉള്ള കണ്ടീഷൻ എന്താണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇത് RCC എന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിവിടെ ആൻസർ എന്ന് പറയുന്നത് അവിടുത്തെ ന്യൂട്രൽ ആക്സിസ് ഫ്ലാഞ്ചിനുള്ളിൽ വരുവാണെങ്കിലാണ് അത് റെക്ടാങ്കുലർ ബീമിനെ ഐഡന്റിക്കൽ ആവുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. വാട്ട് ഈസ് ദ വിഡ്ത്ത് ഓഫ് ബ്രോഡ് ഗേജ്? റെയിൽവേ എഞ്ചിനീയറിംഗിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ബ്രോഡ് ഗേജിന്റെ വിഡ്ത്ത്. ഗേജ് എന്ന് പറയുന്നത് ഇന്നർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ റെയിൽ ആണ്. മെയിൻ ആയിട്ട് ഇന്ത്യയിൽ 3 ടൈപ്സ് ഓഫ് ഗേജസ് ആണ് നമ്മൾ പറയുന്നത്. ബ്രോഡ് ഗേജ്, മീറ്റർ ഗേജ് ആൻഡ് നാരോ ഗേജ്. ഇന്ത്യയിൽ സ്റ്റാൻഡേർഡ് ഗേജ് എന്ന് പറയുന്നത് ബ്രോഡ് ഗേജ് ആണ്. അപ്പോൾ ബ്രോഡ് ഗേജിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഇവിടെ ഓപ്ഷൻ ഡി 1.676 മീറ്റേഴ്സ് ആണ്. നമുക്ക് ബ്രിട്ടീഷ് യൂണിറ്റിലാണ് എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ 5 feet 6 inch എന്ന് പറയാം. ഇനി എവിടെയായിരിക്കും നമ്മൾ ബ്രോഡ് ഗേജ് മെയിൻ ആയിട്ട് കൊടുക്കുന്നത്? മെയിൻ സിറ്റീസിലും നല്ല ഹൈ മാക്സിമം ഇന്റൻസിറ്റി ഉള്ള റൂട്ടുകളിലും ബ്രോഡ് ഗേജ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഈ ബ്രോഡ് ഗേജിന്റെ സ്പീഡും കൂടെ നോക്കുകയാണെങ്കിൽ ഒരു 96 to 120 km/h ആയിരിക്കും ബ്രോഡ് ഗേജിൽ പോകുന്ന ഒരു ട്രെയിനിന്റെ സ്പീഡ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഗേജ് ആണ് മീറ്റർ ഗേജ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മീറ്റർ ഗേജ് എന്ന് പറയുന്നത് 1 meter ആയിരിക്കും അതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. അതിന്റെ
അത് യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്നത് അൺഡെവലപ്ഡ് ഏരിയാസിലൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ സ്പീഡ് വളരെ കുറവായിരിക്കും. ഒരു 80 km/h ഒക്കെ ആയിരിക്കും മീറ്റർ ഗേജിനെ സംബന്ധിച്ച് ഉണ്ടാവുന്നത്. ഇനി നാരോ ഗേജ് ആണ് മൂന്നാമത്തെ ഗേജ്. നാരോ ഗേജ് 0.762 meters ആണ് നാരോ ഗേജ്. അത് വളരെ തിൻലി പോപ്പുലേറ്റഡ് ആൻഡ് ഹിൽസിലൊക്കെയാണ് നാരോ ഗേജ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നാരോ ഗേജിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 40 km/h ആണ്. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ വിട്ട് ആയിരുന്നു. നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത് 1.676 ആണ്. Which among the following is a step used for changing the direction of a stair? ഒരു ഓപ്ഷൻസ് നോക്കാം. ഫ്ലൈറ്റ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് ടു എൻഡ് ഒരു കണ്ടിന്യൂസ് സീരീസ് ഓഫ് സ്റ്റെപ്സിനെയാണ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. നോസിങ് എന്ന് പറയുന്നത് പ്രൊജക്റ്റഡ് ഫ്രം ത്രെഡിന്റെ ഏറ്റവും പ്രൊജക്റ്റഡ് ആയിട്ട് വരുന്ന ആ പോർഷനെ പറയുന്ന പേരാണ് നോസിങ്. ലാൻഡിംഗ് എന്ന് പറയുന്നത് ലാൻഡിങ്ങിന് മെയിൻ ആയിട്ട് രണ്ട് യൂസസ് ആണ് ഉള്ളത്. ഒന്ന് അതിന്റെ ചേഞ്ചിങ് ദ ഡയറക്ഷൻ ഓഫ് എ സ്റ്റെയർ, സെക്കൻഡ് വൺ അതൊരു റെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഏരിയ ആണ്. തേർഡ് വൺ ആണ് വൈൻഡർ. വൈൻഡർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് സ്റ്റെപ്പ് ആണ്. അത് നോർമൽ അതിന്റെ യൂസ് എന്ന് പറയുന്നത് ചേഞ്ചിങ് ദ ഡയറക്ഷൻ ഓഫ് എ സ്റ്റെയർ ആണ്. അതൊരു ടാപ്പറിംഗ് ഷേപ്പ് ആണ് അതിനുള്ളത്. അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ സ്റ്റെപ്പ് ആയിരുന്നു ചോദിച്ചിരുന്നത്. അപ്പോൾ വൈൻഡർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. By which of the following tests fineness of cement can be determined? ഓരോ ഓപ്ഷൻസ് നോക്കാണ്. പെർമിയബിലിറ്റി ടെസ്റ്റ്. ഫൈനസ് കണ്ടുപിടിക്കാനായിട്ട് രണ്ട് ടെസ്റ്റുകൾ മെയിൻ ആയിട്ടുണ്ട്. ഒന്ന് സീവ് അനാലിസിസ്. സീവ് ചെയ്ത് കാണും. 100 gram സിമെന്റ് എടുത്തിട്ട് BIS C190 മൈക്രോൺ അല്ലെങ്കിൽ നമ്പർ 9 യൂസ് ചെയ്ത് സീവ് ചെയ്ത് അതിന്റെ റെസിഡ്യൂ നോക്കാം. അപ്പോൾ റെസിഡ്യൂ ഗ്രേറ്റർ ദാൻ 10%, ഇറ്റ് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 10% എന്നാണ് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റിന്റെ കേസിൽ പറയുന്നത്. അല്ല നമുക്ക് ഈ ഫൈനസ് കണ്ടുപിടിക്കാൻ രണ്ടാമത് എയർ പെർമിയബിലിറ്റി ടെസ്റ്റ്. ഇവിടെ ഓപ്ഷനിൽ പെർമിയബിലിറ്റി ടെസ്റ്റ് ആണ്, അല്ലെങ്കിൽ അതിനെ എയർ പെർമിയബിലിറ്റി ടെസ്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ വാഗ്നേഴ്സ് ടർബിഡി മീറ്റർ എന്ന് പറയാം. അത് ചെയ്യുന്നത് ബ്ലെയിൻസ് അപ്പാരറ്റസ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് പെർമിയബിലിറ്റി ടെസ്റ്റ് അവിടെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് അതിന്റെ സ്പെസിഫിക് ഏരിയയുടെ ടേംസിലാണ്. അപ്പോൾ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റിനെ സംബന്ധിച്ച് അതിന്റെ സ്പെസിഫിക് ഏരിയ എന്ന് പറയുന്നത് 2250 cm²/gram. അതായത് 1 gram 2250 cm² സ്പ്രെഡ് ചെയ്യാൻ കിട്ടുവാണെങ്കിൽ നമ്മൾ അതിനെ അതാണ് അതിന്റെ ഫൈനസ് കറസ്പോണ്ടിങ് ആയിട്ട് പറയുന്നത് OPCയുടെ കേസിൽ. അപ്പം ഒരു ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടെ നമുക്ക് നോക്കാം. സൗണ്ട്നെസ് ടെസ്റ്റ് എന്ന് പറയുന്നത് സിമെന്റ് സൗണ്ട് ആണോ എന്ന് ചെക്ക് ചെയ്യുക. സിമെന്റ് സൗണ്ട് ആണോ എന്ന് പറഞ്ഞാൽ അതിന്റെ വോളിയം ചേഞ്ച് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയുന്നതിനായിട്ടാണ് സൗണ്ട്നെസ് ടെസ്റ്റ് ചെയ്യുന്നത്. അത് ചെയ്യുന്നത് ലേ ഷാറ്റ്ലിയസ് അപ്പാരറ്റസ് അല്ലെങ്കിൽ വേറെ ഓട്ടോക്ലേവ് ടെസ്റ്റ്. നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത് ലേ ഷാറ്റ്ലിയസ് അപ്പാരറ്റസ് ആണ്. അപ്പോൾ ലേ ഷാറ്റ്ലിയർ അപ്പാരറ്റസിൽ വെച്ചിട്ട് നമുക്ക് ഫ്രീ ലൈമിന്റെ പ്രസൻസ് ആണ് കിട്ടുന്നത്. അല്ലെങ്കിൽ സൗണ്ട്നെസ് രണ്ട് രീതിയിലാണ്. ഒന്ന് ഫ്രീ ലൈമും കൊണ്ട് സൗണ്ട്നെസ് ഉണ്ടാവാം, അൺസൗണ്ട് ആവാം സിമെന്റ്, അല്ലെങ്കിൽ മഗ്നീഷ്യം കൊണ്ട് അൺസൗണ്ട് ആവാം. അപ്പോൾ ലേ ഷാറ്റ്ലിയസ് വെച്ച് നമുക്ക് കിട്ടുന്നത് ഫ്രീ ലൈമും കൊണ്ട് ഉണ്ടാവുന്ന മാത്രമാണ്. ഇനി വേറൊരു സൗണ്ട്നെസ് ചെക്കാനുള്ള ഒരു ടെസ്റ്റ് ആണ് ഓട്ടോക്ലേവ് ടെസ്റ്റ്. ഇനി അടുത്ത ടെസ്റ്റ് ഇവിടെ പറയുന്നത് വിക്കാറ്റ് അപ്പാരറ്റസ് ടെസ്റ്റ്. വിക്കാറ്റ് അപ്പാരറ്റസ് എന്ന് പറയുന്ന അപ്പാരറ്റസ് നമ്മൾ രണ്ട് ടെസ്റ്റിന് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. ഒന്ന് നോർമൽ കൺസിസ്റ്റൻസി കണ്ടുപിടിക്കാൻ പറ്റും. രണ്ട് സിമെന്റിന്റെ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സെറ്റിംഗ് ടൈം ചെക്ക് ചെയ്യാനും വിക്കാറ്റ് അപ്പാരറ്റസ് ആണ് യൂസ് ചെയ്യുന്നത്. മൂന്നാമത്തെ ടെസ്റ്റ് ഇവിടെ പറയുന്നത് കംപ്രഷൻ ടെസ്റ്റ്. സിമെന്റിന്റെ കംപ്രസീവ് സ്ട്രെങ്ത് ചെക്ക് ചെയ്യാനായിട്ടാണ് കംപ്രഷൻ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ ഫൈനസ് ആണ്, ഓപ്ഷൻ എ പെർമിയബിലിറ്റി ടെസ്റ്റ് ആണ് ആൻസർ. Among the following, in which type of canal flow occurs only when there is a rise of flow in river? ഇറിഗേഷൻ എഞ്ചിനീയറിംഗിലെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഏത് കനാലാണ് നമ്മൾ ഫ്ലോ എക്സ്ട്രാ വാട്ടർ വരുമ്പോൾ മാത്രം ഫങ്ഷൻ ചെയ്യുന്നത്, അവിടെ ആ സമയത്ത് മാത്രം ഫ്ലോ ഉണ്ടാവുന്നത്? അപ്പോൾ അവിടെ ഓപ്ഷൻ വരുന്നത് ഇന്നണ്ടേഷൻ കനാലാണ്. സെയിം ക്വസ്റ്റ്യൻ ലാസ്റ്റ് 2020 ഓവർസിയർ എക്സാമിനും ചോദിച്ചതാണ്. അപ്പോൾ മാത്രം ഫംഗ്ഷൻ ചെയ്യുന്നതാണ് ഇന്നണ്ടേഷൻ കനാൽ. ഫ്ലഡ് വാട്ടർ വരുന്ന കേസസിലാണ് ഇത് ഫംഗ്ഷൻ ആവുന്നത്. ഇനി കോണ്ടൂർ കനാൽ, കോണ്ടൂസിയുടെ പാരലായിട്ട് കൊടുക്കുന്ന കനാലാണ് കോണ്ടൂർ കനാൽ. റിഡ്ജിലൂടെ കൊടുക്കുന്ന കനാലാണ് റിഡ്ജ് കനാൽ. ഏറ്റവും സ്യൂട്ടബിൾ റിഡ്ജ് ആണ്, കാരണം രണ്ട് സൈഡിലേക്കും നമുക്ക് ഇറിഗേഷൻ വാട്ടർ, രണ്ട് സൈഡിലുള്ള ഫീൽഡ്സിനും വാട്ടർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് റിഡ്ജ് കനാൽ വഴി സാധിക്കും. സൈഡ് സ്ലോപ്പ് കനാൽ എന്ന് പറയുന്നത് ഒരു സൈഡിലേക്ക് മാത്രം, കോണ്ടൂറിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ കൊടുക്കുന്ന കനാലെയാണ് സൈഡ് സ്ലോപ്പ് കനാൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇന്നണ്ടേഷൻ കനാലാണ്, ഓപ്ഷൻ എ. What is defined as the ratio of volume of air voids to that of volume of soil mass and is expressed as percentage? ജിയോടെക്നിക്കൽ എഞ്ചിനീയറിംഗിലെ ബേസിക് പ്രോപ്പർട്ടീസും അതിന്റെ റിലേഷൻസും ഒക്കെ പറയുന്ന പോർഷനിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ആണിത്.
അപ്പോൾ അതിന് മുന്നേ നമുക്ക് ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കുന്നതിന് മുന്നേ ഓരോ ഓപ്ഷൻസും എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ വോയിഡ് റേഷ്യോ ആൻഡ് പോറോസിറ്റിനെ നമുക്ക് ഒരു കാറ്റഗറി ആയിട്ടും പെർസെൻറ്റേജ് ഓഫ് എയർ വോയിഡ്സ് ആൻഡ് എയർ കണ്ടന്റിനെ അടുത്ത കാറ്റഗറി ആയിട്ടും പഠിക്കാം. ഇത് തമ്മിലൊരു റിലേഷൻ വെച്ച് പഠിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ടാവും. അപ്പോൾ ഇവിടെ വോയിഡ് റേഷ്യോ പോറോസിറ്റി, വോയിഡ് റേഷ്യോനെ സ്മോൾ ഇ വെച്ചും പോറോസിറ്റിനെ സ്മോൾ എൻ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ ഒരു റിലേഷൻ വെച്ചിട്ട് പഠിക്കുകയാണെങ്കിൽ രണ്ടിൻ്റെയും റേഷ്യോസ് ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ വോയിഡ് റേഷ്യോ എന്ന് പറയുന്നത് വോളിയം ഓഫ് വോയിഡ്സ് ടു ദാറ്റ് ഓഫ് വോളിയം ഓഫ് സോളിഡ്സ് ആണ്. പോറോസിറ്റിയുടെയും ന്യൂമറേറ്റർ സെയിം ആണ്, അതായത് വോളിയം ഓഫ് വോയിഡ്സ് തന്നെയാണ്, പക്ഷെ ഡിനോമിനേറ്റർ ടോട്ടൽ സോയിലിന്റെ വോളിയം ആണ്. വോയിഡ് റേഷ്യോ പറയുമ്പോൾ ടോട്ടൽ സോളിഡ്സിന്റെ മാത്രം വോളിയവും പോറോസിറ്റി ടോട്ടൽ സോയിലിന്റെ വോളിയവും ആണ്. അതിന്റെ പെർസെൻറ്റേജും കൂടെ നോക്കുകയാണെങ്കിൽ വോയിഡ് റേഷ്യോയുടെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ്, ഒരിക്കലും 0 വരത്തില്ല, ഗ്രേറ്റർ ദാൻ 0. അതേസമയം പോറോസിറ്റി 0 ലെസ് ദാൻ ഒരു 0യ്ക്കും 100%നും ഒരു ഇൻ ബിറ്റ്വീൻ ഏത് വാല്യൂ ആണെങ്കിലും പോറോസിറ്റിക്ക് വരും. അത് 0യ്ക്ക് ഈക്വൽ ആവില്ല, ഒരിക്കലും 100%ഉം വരത്തില്ല. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ റിലേഷൻ നോക്കുകയാണെങ്കിൽ E = n/1 + n. അപ്പോൾ ഇത് നമുക്ക് തിരിച്ചും എന്നും ഈ തമ്മിലുള്ള തിരിച്ചും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരെണ്ണം പഠിച്ചു വെക്കാം. അപ്പോൾ വോയിഡ് റേഷ്യോ പോറോസിറ്റിയുടെയും ന്യൂമറേറ്റർ സെയിം ആണ്, വോളിയം ഓഫ് വോയിഡ്സ് ആണ്. വോയിഡ് റേഷ്യോ പറയുമ്പം ഡിനോമിനേറ്റർ സോളിഡ്സിന്റെ മാത്രം വോളിയവും പോറോസിറ്റി ടോട്ടൽ വോളിയവുമാണ്. അതിന്റെ റേഞ്ചും കൂടെ ഓർത്തിരിക്കുക, അതും ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ചോദിക്കാറുണ്ട്. ഇനി അടുത്ത രണ്ട് കാറ്റഗറി പെർസെൻറ്റേജ് ഓഫ് എയർ വോയിഡ്സും എയർ കണ്ടന്റും, രണ്ടും വോളിയം ഓഫ് എയറുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് എയർ വോയിഡ്സ് എന്ന് പറയുന്നത് NA വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ അത് വോളിയം ഓഫ് എയർ ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് സോയിൽ. ഇവിടെ പെർസെൻറ്റേജ് പറയുമ്പോൾ ടോട്ടൽ ആണെന്ന് ഓർത്ത് വെച്ചാൽ മതി, ടോട്ടൽ വോളിയം ആണ് പെർസെൻറ്റേജ്. അപ്പോൾ ഇവിടെ P വരുന്ന രണ്ടിന്റെയും ഡിനോമിനേറ്റർ സെയിം ആണ്, ടോട്ടൽ വോളിയം, വോളിയം ഓഫ് സോയിലിന്റെ വോളിയം ആണ്. പെർസെൻറ്റേജ് ഓഫ് എയർ വോയിഡ്സ് ആണെങ്കിലും പോറോസിറ്റി ആണെങ്കിലും എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ രണ്ടിൽ എയർ വന്നേക്കുന്നതുകൊണ്ട് തന്നെ എയർ ആണ് മുകളിൽ, എയറിന്റെ വോളിയം ആണ് മുകളിൽ എന്ന് ഓർത്തിരിക്കുക. P വരുന്നതിനൊക്കെ ഡിനോമിനേറ്റർ എപ്പോഴും ടോട്ടൽ വോളിയം ആണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇതിന്റെ റേഞ്ചും കൂടി നോക്കാം. റേഞ്ച് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു NA ലെസ് ദാൻ 100 ആണ് വരിക. ഇനി എയർ കണ്ടന്റ് ആണെങ്കിലോ അത് ടോട്ടൽ വോയിഡ്സിൽ എത്രമാത്രം എയർ ഉണ്ടെന്ന്. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ടോട്ടൽ അല്ല, വോയിഡ്സിന്റെ മാത്രം വോളിയം ആണ്. അപ്പോൾ ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എയർ കണ്ടന്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ഡെഫിനിഷൻ ആണ് ചോദിച്ചേക്കുന്നത്, റേഷ്യോ ഓഫ് വോളിയം ഓഫ് എയർ വോയിഡ്സ് ടു ദാറ്റ് ഓഫ് വോളിയം ഓഫ് സോയിൽ മാസ്. അപ്പോൾ ഇവിടെ ഏതായിരിക്കും ആൻസർ? പെർസെൻറ്റേജ് ഓഫ് എയർ വോയിഡ്സ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. What is the side slope of a Sippoliti weir? ഇപ്പോൾ സിപ്പോളിറ്റി വെയർ, അപ്പോൾ ഇതിന് മുന്നേ വിയർ എന്താണ്? വിയർ എന്ന് പറയുന്നത് നമ്മൾ ഓപ്പൺ ചാനലിൽ, മെയിനായിട്ട് റിവേഴ്സിലും അല്ലെങ്കിൽ കനാൽസിലൊക്കെ ഓപ്പൺ ചാനൽസിന് ഫ്ലോയ്ക്ക് എക്രോസ് ആയിട്ട് കൊടുക്കുന്ന ഒരു ബാരിയർ ആയിട്ട് കൊടുക്കുന്ന ഒന്നാണ് വിയേഴ്സ്. നമുക്ക് ഡിസ്ചാർജ് മെഷർ ചെയ്യാനായിട്ട് വിയേഴ്സ് അല്ലെങ്കിൽ നോച്ചസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ വിയേഴ്സിന് ഡിഫറെൻറ്റ് ഷേപ്പിൽ നമ്മൾ വിയേഴ്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിലൊന്നാണ് ട്രപ്പീസോയിഡൽ ഷേപ്പ്. ആ ട്രപ്പീസോയിഡൽ ഷേപ്പ് വിയേഴ്സിന്റെ ഒരു സ്പെഷ്യൽ കാറ്റഗറിനെയാണ് സിപ്പോളിറ്റി വെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സിപ്പോളിറ്റി വെയറിന്റെ സൈഡ് സ്ലോപ്പ് ആയിരുന്നു ക്വസ്റ്റ്യൻ. ഇവിടെ ആൻസർ 1 horizontal to 4 vertical. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഹൗ ദ ടെമ്പററി ഹാർഡ്നെസ് ഓഫ് വാട്ടർ ഈസ് റിമൂവ്ഡ്? ഇപ്പോൾ ഹാർഡ്നെസ് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിലെ ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഹാർഡ്നെസ്സിനെ കുറിച്ചാണ് ചോദിച്ചേക്കുന്നത്. ഹാർഡ്നെസ്സിനെ നമുക്ക് രണ്ട് കാറ്റഗറി ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് അതിന്റെ ടെമ്പററി എന്നും രണ്ട് അതിനെ പെർമനന്റ് എന്നും. അപ്പോൾ ഇവിടെ ടെമ്പററി ഹാർഡ്നെസ്സിന് ഒരു റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ബൈ ബോയിലിംഗ് എന്നുള്ളത്. ഇനി അത് പെർമനന്റ് ആണെങ്കിലുള്ള രണ്ട് പ്രോസസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ലൈം സോഡ പ്രോസസ്സ്, ഒന്ന് സിയോലൈറ്റ്. വൺ മോർ ഈസ് ഓൾസോ അവൈലബിൾ, ദാറ്റ് ഈസ് നോൺ ആസ് അയൺ എക്സ്ചേഞ്ച് പ്രോസസ്. എയറേഷൻ എന്നുള്ള പ്രോസസ്സ് നമ്മൾ എന്തിനാണ്? നമ്മൾ ഓർഡറിനെയും ടേസ്റ്റിനെയും റിമൂവ് ചെയ്യാനായിട്ടാണ് എയറേഷൻ എന്ന പ്രോസസ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ബൈ ബോയിലിംഗ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. താങ്ക് യു ഫോർ വാച്ചിങ്. Please subscribe our channel, Chapter 1 Civil.